most welcome Eazy Learning Key. Today we start 28th part of Easy English. നമ്മളിൽ പലരും പല ശീലങ്ങളും കൊണ്ടു നടക്കുന്നവരാണ്. ഒരുപാട് പഴയ ശീലങ്ങളൊന്നും ഇപ്പോൾ ചിലപ്പോൾ കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ടാവില്ല. ചിലപ്പോൾ ആ ശീലങ്ങൾ മോശമാണ് എന്ന് കരുതിയിട്ട് ഉപേക്ഷിച്ചവരുണ്ടാവാം. ചിലപ്പോൾ നല്ലതാണെങ്കിൽ പോലും കൊണ്ടു നടക്കാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് ഉപേക്ഷിച്ചവരുണ്ടാവാം. ഏതായാലും നമ്മുടെ പഴയ ശീലങ്ങളെല്ലാം നമ്മൾ ഒരു സുഹൃത്തിനോടോ മറ്റൊരാളോ പങ്കുവെക്കുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുക? ഇതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഹാബിച്വൽ ആക്ഷൻസ് ഓഫ് പാസ്റ്റ്. പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന ശീലങ്ങൾ, ഇപ്പോൾ തുറന്നു കൊണ്ടുപോകാത്തതായ ശീലങ്ങൾ, അത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് വുഡ് ആണ്. 5 മണിക്ക് എഴുന്നേൽക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ 4 മണിയാക്കി ഉയർത്തി, അല്ലെങ്കിൽ 6 മണിയാക്കി താഴ്ത്തി, അങ്ങനെ താഴോട്ട് പോയി അല്ലെങ്കിൽ മുകളിലോട്ട് പോയി. ഞാൻ എല്ലാ ദിവസവും 5 മണിക്ക് എഴുന്നേൽക്കാറുണ്ടായിരുന്നു എന്ന് നാം എങ്ങനെയാണ് പറയുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയുന്നത്. വളരെ സിമ്പിളാണ്. ഐ വുഡ് ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock every morning. I would get up every day at 5 o'clock. ഓക്കെ. ഞാൻ എല്ലാ ഞായറാഴ്ചയും സിനിമയ്ക്ക് പോവാറുണ്ടായിരുന്നു. I would go movie for every Sunday. അവൻ എല്ലാ ദിവസവും എന്റെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. ഇപ്പൊ അവൻ വരുന്നേ ഇല്ല. എല്ലാ ദിവസവും അവൻ വരാറുണ്ടായിരുന്നു. He would come to my house every day. അവർ എന്നെ എല്ലാ ആഴ്ചയും വിളിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ അവർ വിളിക്കുന്നേ ഇല്ല. എനിക്കറിയില്ല എന്താ സംഭവിച്ചെന്ന്. അവർ എല്ലാ ദിവസവും വിളിക്കാറുണ്ടായിരുന്നു. They would call me every day. They would call me every day. അവൾ അവിടെ പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ പോകാറില്ല, പക്ഷെ അവൾ അവിടെ പോകാറുണ്ടായിരുന്നു. She would go there. She would go there. She would go there. ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് എന്നും ബസ് സ്റ്റോപ്പിൽ എൻ്റെ ഫ്രണ്ടിനെ കാത്തിരിക്കാറുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാത്തിരിക്കാറുണ്ടായിരുന്നു. I would wait for my friend. I would wait my friend. I would wait my friend. ഇങ്ങനെ നിങ്ങളുടെ പഴയ ശീലങ്ങളെല്ലാം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വുഡ് ഉപയോഗിച്ച് പറയാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഏരിയ. വുഡിന്റെ മറ്റൊരു യൂസേജിലേക്ക് നമുക്ക് പോകാം. പൊളൈറ്റ് റിക്വസ്റ്റ്. വളരെ മര്യാദയോടുള്ള ഒരു അഭ്യർത്ഥനയ്ക്കും നമുക്ക് വുഡ് ഉപയോഗിക്കാം. Would you please move a bit? Would you please move a bit? Would you please move a bit? കുറച്ച് നീങ്ങിയിരിക്കാമോ, ഒരല്പം നീങ്ങിയിരിക്കാമോ എന്ന് ചോദിക്കാൻ നമുക്ക് ഇങ്ങനെ പറയാം. Would you please open the door? Would you please open the door? നിങ്ങൾ ദയവായിട്ട് ഡോർ ഒന്ന് തുറക്കാമോ? നിങ്ങൾ ദയവായിട്ട് ഒന്ന് ആ വായ അടയ്ക്കാമോ? Would you please shut your mouth? Would you please shut your mouth? ബുക്ക് ഒന്ന് തരുമോ? Would you please give me your book? Would you please give me your book? ദൃഢനിശ്ചയം അഥവാ ഡിറ്റർമിനേഷൻ, ഒരു ദൃഢനിശ്ചയത്തെ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ ഡിറ്റർമിനേഷനെ സൂചിപ്പിക്കാൻ നമുക്ക് വുഡ് ഉപയോഗിക്കാം. എക്സാമ്പിൾ, ഞാൻ അവനെ ഒരു പാഠം പഠിപ്പിക്കും. I would teach him a lesson. 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 അവൻ അതിനങ്ങ് വിട്ടേക്കും. അവന് അവന്റെ സ്വന്തം വഴികളുണ്ട്. He would have his own way. He would have his own way. He would have his own way. എന്റെ ജീവിതാഭിലാഷം നേടിയെടുക്കാൻ എന്ത് കഷ്ടപ്പാടും ഞാൻ സഹിക്കും. I would suffer any hardship to achieve my ambition. I would suffer any hardship to achieve my ambition. I would suffer any hardship to achieve my ambition. ആഗ്രഹം പ്രകടിപ്പിക്കണമെങ്കിൽ, നമുക്ക് വളരെയധികം ആഗ്രഹമുണ്ട് ഇന്ന കാര്യം ചെയ്യാനെങ്കിൽ, അതിന് നമുക്ക് വുഡിന്റെ കൂടെ ലൈക്ക് കൂടെ ചേർത്ത് പറയാം. I would like. ഇപ്പോൾ ഞാനൊരു ചായ കുടിക്കാൻ ആഗ്രഹിക്കുന്നു, വളരെയധികം ആഗ്രഹിക്കുന്നു, ക്ഷീണിച്ചിരിക്കുകയാണ്, വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ചായ കുടിക്കാനെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. I would like to have a tea now. I would like to have a tea now. I would like to have a tea now. ഞാൻ ആ നോവൽ വായിക്കാൻ ആഗ്രഹിക്കുന്നു.
I would like to read that novel. I would like to read that novel. ഞാൻ ആ ബുക്ക് വായിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഞാനൊരു സിനിമയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. I would like to go for a movie. ഞാൻ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നു. I would like to see a movie. ഞാൻ അവനെ കാണാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. I would like to see him. I would like to see him. I would like to see him. ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നന്നായി. കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ല. സ്ക്രീനിൽ മലയാളം തെളിഞ്ഞു വരും. അപ്പോൾ നിങ്ങൾ അതിന്റെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ വളരെ പെട്ടെന്ന് സാധിക്കും, ചിലപ്പോൾ കുറച്ച് പ്രയാസമുണ്ടാകും. ഇവിടെ പ്രയാസപ്പെടാൻ കാരണം മറ്റൊന്നുമായിരിക്കില്ല, നിങ്ങൾക്ക് ക്രിയകൾ ഓർമ്മയില്ലാത്തതായിരിക്കും പ്രശ്നം. വേർബ്സുകൾ ഓർമ്മയില്ലാത്തതായിരിക്കാം കാരണം. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വേർബ്സ് ഒക്കെ കണ്ടെത്തി പഠിക്കുക. കുറച്ചൊക്കെ ഞാൻ ഇതിൽ തന്നെ കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അവരെല്ലാം നമ്മളുടെ ഒരു ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് എല്ലാവരും സുഖകരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ടുഡേ ലെറ്റ്സ് വൈൻഡ് അപ്പ്. ബൈ.